പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും. കർത്താവേ, അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു, ഞാൻ ആ തീരുമാനം എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്. ഈ കൊതിയോടുകൂടി ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം, ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ സന്നിഗ്ധമായ അവസ്ഥയിൽ കയ്യാലപ്പുറത്ത് തെങ്ങാൻ പോലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നടുക്ക് നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ,
എല്ലാ വിശുദ്ധന്മാരെയും മാലാഖമാരെയും രക്തസാക്ഷികളെ ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആശീർവദിക്കുന്നു. അവരുടെ യാത്രകൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ ചെയ്തികൾ, അവരുടെ ഇടപെടലുകൾ, അവർ പങ്കെടുക്കുന്ന വിഷയങ്ങൾ, അവരുടെ ഉദ്യമങ്ങൾ, അവരുടെ ജോലികൾ, അതിൽ വരുന്ന തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ കാത്തിരിക്കുന്ന, നീ ആശങ്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നിന്നെ അലട്ടുന്ന എല്ലാ വ്യക്തികളും യേശുക്രിസ്തു നാമത്തിൽ ഇന്നും നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood. I bless and hallow you. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ചില വചനങ്ങൾ ജീവിതത്തിൻ്റെ പല മണിച്ചിത്ത താളുകളെയും പൊട്ടി തുറക്കുന്നതാണ്. അതായത് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ശ്രദ്ധിക്കണത്, കർത്താവ് എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവിൽ ഈ നമ്മളുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഉണ്ടാവില്ലേ? പരിശുദ്ധാത്മാവിന് ചില സമയത്ത് ശക്തിപ്പെടും, ചില സമയത്ത് നിർവീര്യമാകും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് സന്തോഷിക്കും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ ദുഃഖിക്കും. അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പോണത്. പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തിലാണ് കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. എപ്പോഴും ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലായിരിക്കും. നമ്മൾ യേശു തമ്മിലുണ്ടാകുന്ന ഒരു വ്യത്യാസം അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, യേശുവെ അങ്ങയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൈവരിച്ച നിലയെന്ന് പറയണത് ആനന്ദത്തിൻ്റെ നിലയാണ്. കാര്യം ഈ എന്ത് കാലാവസ്ഥയായാലും ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം എപ്പോഴും നിലനിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഈശോ പറയും, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ലെന്ന് പറയണത് ഈശോ എടുത്തു കളയാൻ പറ്റാത്ത ആനന്ദം സ്വന്തമായിട്ട് അവന് അനുഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുടെ ഒരു വാതിലങ്ങനെ തുറക്കുകയാണ്. എന്താണ്? എടുത്തു കളയാൻ പറ്റാത്ത ഇപ്പം ഒരു ആനന്ദം നമ്മൾക്കും അനുഭവിക്കാനുള്ള സാധ്യതയുടെ വാതിൽ ഈശോയാണ് മനുഷ്യരാശി തുറന്നിട്ടത്. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനും ഇതേ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട്. പൗലോസ് ചോദിക്കത്തില്ലേ, ആപത്തിനോ വാളിനോ ആർക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആപത്തോ വാളോ പട്ടിണിയോ എടുത്തു കളയത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും. അപ്പോൾ അപ്പോസ്തലികമായ സ്പിരിച്വാലിറ്റിയുടെ മുഖമുദ്രകളെന്ന് പറയുന്നത് ഈ മൗലികമായ ആത്മീയമായ ആനന്ദമാണ്. കാലാവസ്ഥകൾ മാറി മറിഞ്ഞാലും ഇതൊരു ക്രിസ്ത്യൻ സാധ്യതയാണ്. യോഹന്നാൻ 16:22. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ഈ സന്തോഷത്തിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, സന്തോഷത്തിന് എടുത്തു കളയാൻ വേണ്ടി കുറേ നെഗറ്റീവ് പവേഴ്സ് ഉണ്ടേ. അത് ആ നെഗറ്റീവ് പവേഴ്സിനെ കുറിച്ചാണ് ഈ റോമ 8:35 പറയണത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആരും നിങ്ങൾ എടുത്തു കളയത്തെന്ന് പറയുമ്പോഴാണ് ഇതാണ്, ആരും വേർപെടുത്തത്തില്ല, വേർപെടുത്തത്തില്ല. ആര് നിങ്ങളെ വേർപെടുത്തും? ക്ലേശമോ അപ്പൊ ക്ലേശമാണ് ഒരു ഏജന്റ്. ഇതാണ് ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. റോമ 8:32 വായിച്ചേ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. അപ്പം അങ്ങനെ എടുത്തു കളയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എടുത്തു കളയാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്
ഇപ്പം എടുത്തു കളയാൻ പറ്റിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ? ആപത്ത്, വാള്, ആക്ഷേപങ്ങൾ, ഇതൊക്കെ ഈ സന്തോഷം കളയുന്ന പരിപാടിയാണ്. പക്ഷേ ക്രിസ്തുവുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ, ഇതാണ് അപ്പോസ്തലിക ആനന്ദം എന്ന് നമുക്ക് പറയാൻ പറ്റണത്. ഇത് കർത്താവ് മനുഷ്യരാശി തുറന്നിട്ട പുതിയ ആനന്ദത്തിൻ്റെ വാതിലാണ്. ലോകത്തിലുള്ള എല്ലാ സന്തോഷവും കുറച്ച് കഴിയുമ്പോൾ കാലം എടുത്തുകളയും. ഒന്നിലെ കാലം എടുത്തുകളയും. കാലമാണ് ഇതിൻ്റെ എല്ലാം എടുത്തുകളയും. ഇപ്പം പട്ടിണി, ആപത്തും വാളെന്നൊക്കെ പറഞ്ഞാലും പൗലോസ് അഡ്രസ്സ് ചെയ്യാത്തൊരു സംഭവം കാലമാണ്. കാലം ഇങ്ങനെ പഴകും തോറും ആനന്ദത്തിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥ ക്രിസ്തു സ്നേഹിയാണെങ്കിൽ, അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ട്രെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ക്രിസ്തു സ്നേഹത്തെ പരിശീലിപ്പിക്കേണ്ടത്. വിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം ലഭിക്കാനായിട്ട് നൽകിയ അനുഗ്രഹത്തിനായി ഈശോയോടും ദൈവമാതാവിനോടും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ബോബ്സി പോൾസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചെമ്മണ്ണൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ 3ാമത്തെ ഉടമ്പടിയാണ്. ആദ്യത്തെ 2 ഉടമ്പടിയിലൂടെ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് നൽകി. പക്ഷേ അതിനൊന്നും തന്നെ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് വലിയ മടിയായിരുന്നു. ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയി. അതുപോലെ തന്നെ ജപമാല റാലിയിലെല്ലാം പങ്കെടുത്തു. പക്ഷേ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്താണ് യാഥാർത്ഥ്യം? ഞാനൊരു പാപി ആയതുകൊണ്ട് ഇത്രയും വിശുദ്ധമായൊരു അൾത്താരയിൽ ഞാൻ നിന്ന് എങ്ങനെ സാക്ഷ്യം നൽകുമെന്നതായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെ ഇരിക്കെ എൻ്റെ ജീവിത പങ്കാളി പോൾസൺ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. 4 വർഷമായി അദ്ദേഹത്തിന് കിഡ്നി ഡിസീസ് ഉണ്ട്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും അസുഖം വരുമ്പോഴെല്ലാം നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തിരിച്ച് സൗദിയിലേക്ക് കടന്നു പോവുകയാണ് പതിവ്. അങ്ങനെ സന്തോഷത്തോടു കൂടി സൗദിയിലേക്ക് കടന്നുപോയ ആൾ 1 മാസം കഴിഞ്ഞപ്പോൾ ജൂലൈ 12-ാം തീയതി അവശ നിലയിലായിട്ടാണ് നാട്ടിലേക്ക് കടന്നു വന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ക്രിയാറ്റിൻ കൂടുതലാണ്, എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, മരുന്ന് കഴിക്കുക, മുന്നേറുക. ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ വീട്ടിൽ തനിച്ച് ഇരുത്തി പോകാനുള്ള ബുദ്ധിമുട്ടും എനിക്ക് ജോലി സ്ഥലത്ത് സമാധാനമില്ല. ഞങ്ങൾക്കാണെങ്കിൽ നാട്ടിലൊരു ഷോപ്പുണ്ട്, അവിടെ മകന് വർക്ക് ചെയ്യണം. അപ്പോൾ മകനെ വീട്ടിലിരുത്തിയിട്ടാണ് ഞാൻ എൻ്റെ ജോലി മേഖലയിലേക്ക് കടന്നു പോയിരുന്നത്. അങ്ങനെ ശ്വാസതടസ്സവും ഛർദിയും ഉറക്കമില്ലായ്മ ഇതൊക്കെ കൂടി വന്നു, നടക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഇരുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഓഗസ്റ്റ് 2-ാം തീയതി വീണ്ടും ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ ഞാൻ 6 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. പ്രത്യേകമായി എൻ്റെ ജീവിത പങ്കാളിക്ക് പൂർണ്ണമായി സൗഖ്യം നൽകി നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ നിന്ന് കടന്നുപോയത്. ഒപ്പം തന്നെ ഞാനൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഓഗസ്റ്റ് 8-ാം തീയതി ആകുമ്പോൾ എന്തു തന്നെയായാലും ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു തിരിച്ചറിവ്, എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മാതാവ് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 7-ാം തീയതി ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് കടന്നുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് ആവാം. അഡ്മിറ്റായി ഡോക്ടർ വീണ്ടും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു 8-ാം തീയതി തൊട്ട് നമുക്ക് ഡയാലിസിസ് തുടങ്ങാം. അങ്ങനെ 8-ാം തീയതി ഡയാലിസിസ് തുടങ്ങി. അപ്പോൾ അതിനോടൊപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനി ഇങ്ങനെ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് പേര് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു അല്ല നമുക്കിത് ചെയ്യണം, പ്രാർത്ഥിച്ചു ഒരുങ്ങി നമുക്കിതിന് മുന്നേറണം എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സൊക്കെ മാറ്റി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് കടക്കാമെന്ന തീരുമാനത്തിലായി. അങ്ങനെ ഡയാലിസിസ് നടന്നു പോകുന്നു. വീട്ടിൽ മകനെ ഇരുത്തി ഞാൻ ജോലിക്ക് പോകും. അധികം ലീവൊന്നും എടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇതിൻ്റെ വർക്കപ്പിനായിട്ട് ഞങ്ങൾ സെപ്റ്റംബർ 9-ാം തീയതി ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിൽ പോയി അഡ്മിറ്റ് ആവുകയാണ്. അങ്ങനെ അഡ്മിറ്റായി ഒരുവിധം എല്ലാ ടെസ്റ്റുകളും നടത്തേണ്ടിയിരുന്നു. 75% ടെസ്റ്റുകളും വന്നു, റിസൾട്ട് ഓക്കെയാണ്. 25 വർഷമായി ഷുഗർ ഉള്ളതുകൊണ്ട് ഡോക്ടർ ഹെറിഡിറ്ററി ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വീട്ടിലുള്ളത് കൊണ്ടും ഡോക്ടർ പറഞ്ഞു നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് ക്ലിയർ ആക്കിയാലാണ് സർജറിക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ അദ്ദേഹം ആൻജിയോഗ്രാമിനായിട്ട് സെപ്റ്റംബർ 13-ാം തീയതി ആൻജിയോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ എന്നെ വിളിച്ച് കുറച്ച് ക്രിട്ടിക്കലാണ്, നല്ല ബ്ലോക്ക് ഉണ്ട്, നമുക്കിത് എന്തെങ്കിലും ചെയ്യണം, ഒന്നുപോലെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സ്റ്റണ്ട് ഇടണം, അല്ലെങ്കിൽ അടുത്ത തീരുമാനം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. വിട്ടു. അപ്പോൾ ഹസ്ബൻഡ് അതിന് തയ്യാറായില്ല. ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് നേരിട്ട് തന്നെ കാണണം. അങ്ങനെ അദ്ദേഹത്തെ നേരെ OP-യിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഡോക്ടർ നേരിട്ട് തന്നെ എല്ലാം ക്ലിയറായി കാണിച്ചു കൊടുത്തു. ജംഗ്ഷനിൽ നല്ലൊരു ബ്ലോക്ക് ഉണ്ട്, നമുക്കത് ബൈപ്പാസ് തന്നെ വേണം, അല്ലാതെ ഒരു നിവൃത്തിയും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ ഞങ്ങളാകെ തളർന്നു പോയി. എൻ്റെ മകളാണെങ്കിൽ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ അവിടെ ഡാഡിക്ക് വേണ്ടി ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്.
ഞാൻ ഈ സംഭവം മകനോടും മകളോടും അതുപോലെ തന്നെ എൻ്റെ ജോലി മേഖലയിൽ ഇനി ഒരുപാട് ലീവ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരിക്കും അവിടെയും ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്ത് മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷം ആരോടും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോളുകളാണ് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനുള്ള സ്വസ്ഥത ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. ഞങ്ങൾ ഒരുപാട് നേരം പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ജീവിത പങ്കാളിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ബൈപ്പാസ് സർജറി ഇന്ന് പൂർണ്ണമായി സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പൂർണ്ണമായി സൗഖ്യം കിട്ടും, പക്ഷേ എനിക്ക് ഈ ബൈപ്പാസ് സർജറി താങ്ങാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് എനിക്ക് ദൈവം ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഈ സർജറി കഴിഞ്ഞ് ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ ദൈവവുമായിട്ടാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. ഞാൻ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ വിശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ ഉടമ്പടി ചെയ്യുന്നത് എന്ന് ദൈവത്തിന് മാതാവിന് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിക്കുമെന്ന് ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്ന മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ജീവിത പങ്കാളിക്ക് നൽകുകയും ഈശോയുടെ തിരുരക്തത്താൽ എൻ്റെ ജീവിത പങ്കാളിയെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ ലോക്കറ്റ് നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്താണ് മകൾ വിളിച്ച് പറഞ്ഞു, ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു സാക്ഷ്യം കയറി വരുന്നുണ്ടമ്മ. ബൈപ്പാസ് കഴിഞ്ഞ UK നിന്ന് വന്ന രമ്യ സതീഷ് കുമാറിൻ്റെ ബൈപ്പാസ് സർജറി മാറിപ്പോയ ഒരു സാക്ഷ്യം, അത് നിങ്ങൾ കേൾക്കണം, ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അതിരുന്ന് പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കും ഇതുപോലെ സൗഖ്യം നൽകണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു ടെസ്റ്റ് കൂടിയുണ്ട്, സ്ട്രെസ് താലിയം എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര്. ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് നാളെ നിങ്ങൾ കടന്നു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി, പ്രത്യേകമായി ഒരുപാട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ സ്ട്രെസ് താലിയത്തിനായി കടന്നുപോയി. 2 മണിക്കൂറോളം ടെസ്റ്റ് നീണ്ടു നിന്നു. അതിൻ്റെ റിസൾട്ട് ഡോക്ടർക്ക് അവർ അയച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു, സ്ട്രെസ് താലിയം റിപ്പീറ്റ് ചെയ്യൂ. അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ തലേദിവസം വരെ ബൈപ്പാസ് സർജറിയിൽ ഉറച്ചു നിരുന്ന ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല, നിങ്ങളുടെ ബ്ലോക്ക് മാറിപ്പോയിരിക്കുന്നു, ഒന്നും തന്നെ ഈ റിസൾട്ടിൽ കാണാനില്ല. ഉടനടി പരിഹാരം നിന്ന അമ്മയ്ക്ക് ഉടനടി വന്ന് സാക്ഷി പറയണമെന്ന എൻ്റെ അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഇവിടെ വന്ന്, ഹസ്ബൻഡ് ഡയാലിസിസ് ഇന്നലെ ചെയ്തുകൊണ്ട് ചെറിയ ക്ഷീണമുള്ളത് കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അധികം നേരം നിൽക്കാനായിട്ട് സാധിക്കില്ല. ഇന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഇനിയും പൂർണ്ണ സൗഖ്യം മാതാവിലൂടെ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതകാലം അത്രയും ഈ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടെ മാതാവിൻ്റെ കൂടെ ഒരു തീർത്ഥയാത്ര പോലെ കുരിശിനോട് ചേർന്ന് കൊണ്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ 3 ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ കേട്ടിരുന്നു, ട്രാക്ക് മാറിപ്പോകുന്നവരുടെ ട്രാക്ക് നേരെയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിശുദ്ധമായ ഒരു ഉടമ്പടിയാണിതെന്ന്. അത് എന്നെ സംബന്ധിച്ച് സത്യമാണ്. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു തിക്തമായ അനുഭവത്തിൽ നിന്ന് ഞാൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരുന്നു. പിതാവ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് കോവിഡ് കാലത്ത് മരിച്ചു പോയപ്പോൾ തൊട്ടരികിലുണ്ടായിരുന്നിട്ട് പോലും എനിക്കൊന്ന് കാണാനോ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. ഒരുപിടി ഭസ്മമായിട്ടാണ് സെമിത്തേരിയിൽ കൊണ്ടുപോയി വെച്ചത്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു വിഷമമുണ്ടാക്കിയ സംഗതി. അതോടുകൂടി ഞാൻ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്നു. കുമ്പസാരിക്കാനോ കുർബാന കാണാനോ ബൈബിൾ വായിക്കാനോ എനിക്ക് താല്പര്യം തോന്നിയിരുന്നില്ല. 3 വർഷത്തോളമായി ഞാൻ ബൈബിൾ വായിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയാം. കുടുംബ പ്രാർത്ഥന ചെല്ലുമായിരുന്നു, പക്ഷെ മകനാണ് ബൈബിൾ വായിക്കേണ്ട ഉത്തരവാദിത്തം, അവനാണ് ബൈബിൾ വായിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലേക്കാണ് ഈ ഉടമ്പടിയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഈ ഉടമ്പടി എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാനായിട്ടായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ നിന്ന് കിട്ടുന്ന കൃപാസന പത്രം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുത്തിരുന്നത്. പ്രാർത്ഥിച്ചാണ് കൊടുത്തിരുന്നത്. ചിലരത് വാങ്ങില്ല, ചിലർ വാങ്ങും. പിന്നെ ഡയാലിസിസിനായി കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ കൃപാസന പത്രം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഓർഫനേജുകൾ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഞങ്ങൾ ഒരുപാട് ഓർഫനേജുകൾ പലപ്പോഴും സന്ദർശിക്കാറുണ്ട്. മക്കളുടെ കൂടെ പോയിട്ടാണ് പലപ്പോഴും സന്ദർശിക്കാറുള്ളത്. അങ്ങനെ അവർക്ക് വേണ്ട സഹായങ്ങൾ ആര് വന്ന് സഹായം ചോദിച്ചില്ലെങ്കിലും കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇനിയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഒരുപാടുണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇനിയും വലിയൊരു സൗഖ്യം ലഭിച്ച് ഇവിടെ വന്ന് വീണ്ടും സാക്ഷ്യം പറയുന്നതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ കേട്ടിട്ട് ഞാനൊരു ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയുള്ള ഒരുപാട് അധ്യാപകർ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അവർക്ക് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളാണ് മാതാവ് നൽകിയത്. 10 വർഷമായി മക്കളില്ലാത്തവർക്കും അതുപോലെ തന്നെ CMA പോലുള്ള വലിയ എക്സാം എഴുതുന്ന മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകി മാതാവ് അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാവരും മാതാവിനോട് ഒരുപാട് നന്ദി പറയാൻ
ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും എന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആഗ്രഹമാണ് എല്ലാവർക്കും. മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. 2 മക്കബായർ 7:6 അവിടുത്തേക്ക് തൻ്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുൻപിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു. ബോബ്സി പോൾസൺ എന്ന ഈ സഹോദരിയുടെ ശക്തമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ ശ്രവിച്ചത്. സഹോദരി പറയുന്നുണ്ട്, ഉടമ്പടിയെടുത്ത നാൾ മുതൽ അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ഞാൻ ജീവിച്ചു പോയിരുന്നു. അമ്മയോട് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ എനിക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ സാക്ഷ്യം പറയുവാൻ എനിക്ക് മടിയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പുറകോട്ട് ഞാൻ മാറി മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ദൈവം ശക്തമായ പ്രവൃത്തിയിലൂടെ മകളെ ഈ അൾത്താരയിലേക്ക് കരം പിടിച്ച് കയറ്റുകയാണ്. മരിയൻ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് സാക്ഷ്യം പറയുക എന്നത്. കാരണം അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. ദൈവം നമുക്ക് നൽകുന്ന, അമ്മയിലൂടെ നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെ ലോകത്തിനു മുമ്പിൽ സന്തോഷത്തോടെ, ധൈര്യത്തോടെ, സംശയമില്ലാതെ ഏറ്റുപറയുന്ന പ്രവൃത്തിയാണ്. നമ്മൾ സാക്ഷ്യം പറയുവാൻ പിൻവലിയുന്നു, പുറകോട്ട് മാറുന്നു എന്നതിൻ്റെ അർത്ഥം നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട് എന്നതാണ്. അത് നമ്മുടെ കഴിവ് കൊണ്ട് ലഭിച്ചതാണെന്ന് നാം വിശ്വസിക്കുന്നു. അത് അമ്മ മാതാവിലൂടെ കിട്ടിയതാണോ എന്ന് സംശയിക്കുന്നു. നമ്മൾ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സംശയിച്ച് അതിൻ്റെ നിലനിൽപ്പിനെ അസ്ഥിരപ്പെടുത്തുന്നവരായി മാറുകയാണ്. അതുകൊണ്ട് ദൈവാനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നില്ലെങ്കിൽ അതിന് അസ്ഥിരതയുണ്ടാകും എന്ന് മറന്നു പോകരുത്. മരിയൻ ഉടമ്പടിയുടെ ജീവിതാനുഭവങ്ങളെ സന്തോഷത്തോടെ, ധൈര്യത്തോടെ, തുള്ളിച്ചാടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുവാൻ തയ്യാറാവണം. സഹോദരി അത്ഭുതകരമായ ഒരു വലിയ ദൈവിക സംരക്ഷണത്തെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. വിസ്മയകരമായൊരു പ്രവൃത്തി. ദൈവം എത്ര കണ്ട് തന്നെ തേടുന്നവരെ കരുതും എന്നതിൻ്റെ അടയാളം. സഹോദരി പറയുന്നുണ്ട്, ജീവിത പങ്കാളിയുമായിട്ട് രോഗാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹൃദ്രോഗത്തിന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറയുന്നു. ബ്ലോക്ക് കൂടുതലാണ്, അതുകൊണ്ട് ആൻജിയോഗ്രാമിൽ തീരില്ല, ഓപ്പൺ ഹാർട്ട് സർജറി, ബൈപ്പാസ് തന്നെ വേണമെന്ന് പറയുന്നു. അതിൻ്റെ സ്കാൻ റിപ്പോർട്ട് സഹോദരനെയും ചേച്ചിയുമൊക്കെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോഴാണ് സഹോദരൻ ചോദിക്കുന്നത്, ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ വരുമെന്ന് നീ കരുതുന്നു എന്ന്. അതിന് കൊടുത്ത മറുപടി വളരെ ഗൗരവമുള്ളതാണ്. ചേട്ടനോട് പറയുന്നുണ്ട്, ഞാൻ ഇത്ര നാളും അമ്മ മാതാവിൻ്റെ തിരുനടയിലെടുത്ത ഉടമ്പടി വിശ്വസ്തയോടെ ജീവിച്ചതുകൊണ്ട്, വിശുദ്ധിയോടെ ജീവിച്ചതുകൊണ്ട്, ഉടമ്പടിയുടെ ഓരോ കാര്യവും അണുവിട തെറ്റാതെ പാലിക്കുവാൻ നാളിതുവരെയും ഞാൻ പരിശ്രമിച്ചതുകൊണ്ട് അതെൻ്റെ അമ്മ മാതാവ് കാണുന്നുവെങ്കിൽ അമ്മ അതിനുള്ളത് എന്തോ അത് നമുക്ക് അനുവദിച്ചു തരും. അതൊരു ചങ്കുറപ്പാണ്. ഉടമ്പടി എങ്ങനെ ജീവിച്ചുവെന്ന് അത്ര കണ്ട് ഉറപ്പോടുകൂടിയാണ് പറയുന്നത്. ഞാൻ ഉടമ്പടി എടുത്ത ദിവസം മുതൽ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഒരല്പം പോലും ഞാൻ വ്യത്യാസപ്പെടുത്താതെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഞാൻ അമ്മയോട് വിശ്വസ്തത പുലർത്തിയെങ്കിൽ അതിലും എത്രയുമേറെ വിശ്വസ്തത എൻ്റെ അമ്മ മാതാവിൻ്റെ ജീവിതത്തിൽ എന്നോട് കാട്ടിത്തരും. അതാണ് പങ്കാളിയോട് പറയുന്നത്. അല്ലാതെ ചേട്ടൻ ആരോഗ്യത്തോടെ ഇരിക്കും എന്നൊന്നും പറയുന്നില്ല. അത് എൻ്റെ ഉടമ്പടിയാണ് ഞാൻ അമ്മയുടെ മുമ്പിലേക്ക് ഏറ്റവും ക്രിട്ടിക്കലായ നിമിഷത്തിലെടുത്ത് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ അതിനുവേണ്ടിയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഉടമ്പടി എടുക്കുന്ന നിമിഷം മുതൽ അല്പം പോലും അണുവിട വ്യത്യാസപ്പെടാതെ ഞാൻ ഉടമ്പടി ജീവിക്കും. എൻ്റെ ജീവിത വിഷയം എന്താണോ അതിൽ അമ്മ ഈശോയ്ക്ക് കൊടുത്ത് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു തരണമെന്ന് മകൾ പറയുന്നില്ലേ? അടുത്ത ദിവസം വീണ്ടും ബൈപ്പാസിന് മുമ്പ് ഒരു ടെസ്റ്റ് കൂടി ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്നു ഒരു ഓപ്പറേഷനും ആവശ്യമില്ല, ആൾ ഹെൽത്തിയാണ്. ഇന്നലെ കണ്ട സ്കാനിങ്ങിൻ്റെ ബൈപ്പാസ് പിറ്റേ ദിവസം അത് വേണ്ടെന്ന് പറഞ്ഞ് പൂർണ്ണമായും ഒഴിവാക്കി കൊടുക്കുന്നു. ഇതാണ് ദൈവികമായ ഇടപെടൽ. മണിക്കൂറുകൾക്കുള്ളിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ആ ഉടമ്പടി വെച്ച് അമ്മയോട് ശരിക്കും മകൾ ചെയ്യുന്ന ചലഞ്ചിങ്ങാണ്. എനിക്ക് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉടമ്പടി ജീവിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്ന നിയോഗം സാധിച്ചു തരണ്ട. അല്ലെങ്കിൽ അമ്മ എന്താണോ ചെയ്യാനുള്ളത് അത് ഈ നിമിഷങ്ങളിൽ ചെയ്യണം. എന്തൊരു ചങ്കുറ്റമാണത്.
പ്രിയമുള്ളവരെ, അതിൻ്റെ സാക്ഷ്യവും ആ അപ്പച്ചനുമാണ് ഈ അൾത്താരയിൽ വന്ന് കയറിയത്. അതുകൊണ്ട് ഓർക്കണമേ, ഉടമ്പടി നമ്മൾ എങ്ങനെ എടുക്കുന്നുവോ നാം എടുക്കുന്നതിൻ്റെ 100 മടങ്ങ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി, സംരക്ഷണമായി അമ്മ മാതാവ് ഈശോ നമുക്ക് മാറ്റി തന്നിരിക്കും. സംശയമില്ല, ഗ്യാരൻറ്റീഡാണ്. കാരണം ഈ നാളുകളിൽ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ലോകം മുഴുവനുമുള്ള മനുഷ്യരെ ഈ ഇടത്തിലേക്ക് കൊണ്ടുവരികയും അമ്മയുടെ ദർശനം നൽകിക്കൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് നയിക്കുകയും അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ എവിടെയായിരുന്നാലും അവരുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ അമ്മ തീരുമാനം നൽകുകയും ചെയ്യുന്നുവെങ്കിൽ ഇതൊരു പുതിയ കാലത്തിൻ്റെ അടയാളമാണ്. ഇതൊരു പുതിയ ദൈവാനുഭവത്തിൻ്റെ കാലവുമാണ്. അതുകൊണ്ടാണ് കണ്ണുകൾക്കൊരു പക്ഷേ വിശ്വസിക്കുവാനാവാത്തത്, ഹൃദയത്തിൽ ചിന്തിച്ചാൽ പോലും നമുക്ക് ഒരു എത്തുപിടിയും കിട്ടാത്തത്. അത്ര വിസ്മയനീയമായ പ്രവൃത്തികൾ നമുക്കിടയിൽ അമ്മ മാതാവ് പ്രവർത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിൽ ലഭിച്ച ഈ സൗഖ്യത്തിന് മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തതയ്ക്ക് ദൈവം അത് അച്ഛൻ പറയുന്നത് പോലെ ഫയലെടുത്ത് പച്ചമഷിയുടെ ഒപ്പിട്ട് കൃത്യമായും അവിടെ തീർപ്പ് കൽപ്പിച്ച് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന പരിശുദ്ധമ്മയുടെ വലിയ സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഉടമ്പടി വിശുദ്ധിയോടുകൂടി വൃത്തിയോടുകൂടി ജീവിക്കാം. അമ്മ മാതാവ് കൂടെ നിന്ന് ഏത് വലിയ വിഷയത്തിന്മേലും തീരുമാനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. പിതാവിനും ദേവകുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഈ അൾത്താരയിൽ എത്തുവാനായിട്ട് എനിക്ക് സാധിച്ചതിന് അമ്മയ്ക്ക് ഒരുപാട് നന്ദി. ഇതെൻ്റെ ആദ്യത്തെ ഉടമ്പടിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 16 ഉടമ്പടി എടുക്കുന്നത്. ഇതിപ്പോൾ 1 വർഷം തികയുന്നു. എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ജോലി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ടുള്ള വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് നല്ലൊരു ജോലി, അത് വിദേശത്തേക്ക് തന്നെ ഹസ്ബൻഡിന് റെഡിയാകാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനായിരുന്നു ഉടമ്പടി എടുത്തത്. എന്നാലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ഒരുമിച്ച് തന്നെ ആയിരുന്നു. ഉടമ്പടി എടുത്ത് 1 ആഴ്ചയ്ക്ക് ശേഷം തന്നെ ഹസ്ബൻഡിന് ദുബായിലേക്ക് ഒരു വേക്കൻസി വരികയുണ്ടായി. അത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു ബന്ധുവായിട്ട് തന്നെ ആയിരുന്നു. ഇങ്ങോട്ട് വന്നിട്ടായിരുന്നു ആ ഒരു ചാൻസ് വന്നിരുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചെങ്കിലും ഒന്നും ആയില്ല. അതിൽ തടസ്സം വന്ന് പോവുകയുണ്ടായി. പക്ഷേ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അത് ഞങ്ങൾക്ക് വിധിച്ചിട്ടില്ലായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ പൂർണ്ണ ശക്തിയോടെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ചാണ് ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലുന്നതും എല്ലാം. ഞാനാണ് ഉടമ്പടി എടുത്തിരുന്നത് എങ്കിലും ഹസ്ബൻഡിനായിരുന്നു ആ ഉടമ്പടിയുടെ എഫക്റ്റ് എല്ലാം കിട്ടിയിരുന്നത്. കാരണം ഹസ്ബൻഡും അമ്മ മാതാവുമായിട്ട് നല്ലൊരു കണക്ഷനായിരുന്നു. ഹസ്ബൻഡിന് തന്നെ മാറ്റമുണ്ടായി. എല്ലാ ദിവസവും തന്നെ ഹസ്ബൻഡ് കുർബാനയിൽ പങ്കെടുക്കാനും എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞു തന്നാണ് ഓരോ ഉടമ്പടിയുടെ കാര്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഉടമ്പടിയെ തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. മാതാവ് എന്തോ വലുത് വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ പോയി, പ്രാർത്ഥനയിലും പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ബന്ധുവായിട്ടുള്ള ആൻറ്റി ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് യൂറോപ്യൻ രാജ്യത്തേക്ക്, അതായത് ഇറ്റലിയിലേക്കാണ് ഒരു വേക്കൻസി വന്നത്. ഒരുങ്ങിക്കോളാൻ പറഞ്ഞു ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. ഞങ്ങൾ വളരെയേറെ സന്തോഷിച്ചു. ഒരിക്കലും ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ ഒട്ടും പറ്റാത്ത ഒരു കാര്യമാണത്. യൂറോപ്യൻ കൺട്രിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പണം ആവശ്യമാണ്. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റു ബുദ്ധിമുട്ടെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളാണ്. എങ്ങനെ ഇത് സാധിക്കുമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നു. എന്നിരുന്നാലും മാതാവിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അത് ദൈവത്തിൻ്റെ ഹിതം പോലെ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡിന് പോകുവാനായിട്ടുള്ള പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ തുടങ്ങി കഴിഞ്ഞ വർഷം ഒക്ടോബർ മാതാവിൻ്റെ മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കിൻ്റെ ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന ആ ഒരു ചാൻസിൽ എനിക്ക് കൂടിയിട്ടായിരുന്നു മാതാവ്
തന്നിരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാനായിട്ടുള്ള ചാൻസ് ആയിരുന്നു മാതാവ് തന്നത്. മാതാവിന് ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പോകാനായിട്ടുള്ള ചാൻസ് തന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുകയും അത് ദൈവമാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷെ അതിനായിട്ടുള്ള സാമ്പത്തിക തടസ്സമായിരുന്നു. ബാക്കി പേപ്പർ വർക്കുകളിലോ ബാക്കി ഒന്നിനും ഒരു കുറവുണ്ടാകുകയില്ല. പക്ഷേ ഞങ്ങളെ അനുഗ്രഹിച്ചത് മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തർ വഴിയായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സാമ്പത്തിക തടസ്സം നീക്കി അതിനുള്ള പേപ്പർ വർക്കിന് കാര്യങ്ങളായിട്ടുള്ള പണമിടപാടുകളുടെ എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ മാതാവ് അനുഗ്രഹിച്ച് കഴിഞ്ഞ ആഴ്ച, അതായത് സെപ്റ്റംബർ 16-ാം തീയതി ആയിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ട് 1 വർഷം തികയുന്നത്. 15-ാം തീയതി എനിക്ക് എല്ലാ പേപ്പർ വർക്കുകളും 2 പേരുടെ ഒരുമിച്ച് പൂർത്തീകരിക്കാനും പണമിടപാടുകളെല്ലാം പൂർത്തീകരിച്ച് വിസയും ടിക്കറ്റും ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ ഈ മാസം, അതായത് 1 വർഷം തികയുന്നു, ഈ മാസം സെപ്റ്റംബർ 25-ാം തീയതി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോവുകയാണ്. ദൈവമാതാവിനും ദേവകുമാരനും അമ്മ മാതാവിനും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെയാണ് 2 തവണയായിട്ട് മെഴുകുതിരിയിൽ ഞങ്ങൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അനുഭവം വളരെയേറെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അതായത് ആദ്യം ഞങ്ങൾക്ക് മെഴുകുതിരിയിൽ മാതാവിൻ്റെ ഒരു സാദൃശ്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. രണ്ടാമത് അനുഭവപ്പെട്ടപ്പോഴും ഇതുപോലെ തന്നെ മെഴുകുതിരിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ ആയിരുന്നില്ല, ഞങ്ങൾക്ക് മൊത്തം ഒരു വൈബ്രേഷനും ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നുണ്ട്, ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന്. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം, പേപ്പർ വർക്കിന് പോകുന്നിടത്തെല്ലാം ഉപ്പും തൈലവും ഒക്കെ എല്ലാം ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് ഞങ്ങൾ പോയിരുന്നത്. യാതൊരുവിധ തടസ്സവും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള വിശ്വാസവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാം സ്മൂത്തായിട്ട് തന്നെ നടന്നു. ഇപ്പോൾ ഞാൻ ഈ ആൾത്താരെ നിൽക്കുന്നത് ദൈവമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല. അമ്മ മാതാവിൻ്റെ ഇടപെടൽ, എല്ലാ കാര്യത്തിനും തന്നെ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ടു. ആ ഒരു അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു വൃദ്ധമന്ദിരമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് തന്നെ, കുടുംബത്തിൽ ഒരുമിച്ച് തന്നെ ഞങ്ങൾ പോയി അവിടെ സന്ദർശിക്കുകയും പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ തന്നെ പാകം ചെയ്തുള്ള ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അവിടെ പോയി ഇരിക്കുകയും ഞങ്ങൾ അവിടെ ആയിട്ട് ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ തീരെ കുഞ്ഞുങ്ങളായിട്ടുള്ള ഒരു ആലയമുണ്ട്. അവിടെ പോയി അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെ അവിടെ സന്ദർശിക്കുകയും അവരോടൊപ്പം ഇരിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു മനസ്സിന് സന്തോഷം നൽകിയ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ പറ്റി. പത്രം മതക്കാർക്കും മറ്റും എല്ലാ മാസവും തന്നെ പത്രം വാങ്ങി ഞാൻ കൊടുക്കുകയുണ്ടായി. എൻ്റെ അനുഭവങ്ങൾ എൻ്റെ മാതാവിനുമായിട്ട് എനിക്ക് ഉടമ്പടി ചെയ്തപ്പോഴുണ്ടായ, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴുണ്ടായ എല്ലാ അനുഭവങ്ങളും ഞാൻ പത്രം കൊടുക്കുമ്പോഴും ഞാൻ കൊടുത്തിരുന്നപ്പോഴും എൻ്റെ ബന്ധുക്കളോടും മറ്റും എനിക്ക് പറയുവാനും ഷെയർ ചെയ്യുവാനായിട്ടുള്ള ഇതുണ്ടായി. അവരിലും അത് നല്ല രീതിയിൽ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതും എനിക്ക് സന്തോഷവും അനുഗ്രഹവും അത്ഭുതകരവും തന്നെയാണ്. അമ്മ മാതാവിനും ദേവകുമാരനും നന്ദി പറയുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. നാം വിശ്വസ്തരായിരിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന വലിയ വലിയ സമ്മാനങ്ങളും വലിയ വാഗ്ദാനങ്ങളുമാണ് ഓരോ ഉടമ്പടിയിലും പ്രത്യക്ഷീകരണ സാക്ഷികളായി മക്കളിവിടെ വന്ന് നിന്നാൽ താരയിൽ വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റുപറയുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഇവർക്ക് ലഭിച്ച ദൈവവിശ്വാസത്തെ അവർ ഉറപ്പിക്കുവാനും ആഴപ്പെടുത്തുവാനും അതുപോലെ തന്നെ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുവാനുള്ള വലിയൊരു ദൗത്യമായിട്ടാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവർ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇന്ന് ചങ്ക് തകർന്ന് വളരെ സന്തോഷത്തോടുകൂടി അവർ പറയുന്നതിൻ്റെ കാരണം നമുക്കറിയാം, ഈശോ നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ എപ്പോഴും നമ്മെ എപ്പോഴും കൂട്ടിപ്പിടിക്കുന്നു എന്നാണ്. നാം കൂട്ടിപ്പിടിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ അമ്മ നമ്മെ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ് ഓരോ സാക്ഷ്യത്തിൻ്റെയും പ്രത്യേകത. ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക എന്ന് വെച്ചാൽ വിശ്വസ്തതയിൽ ഒന്നാവുക എന്നുള്ളതാണ്.
നമുക്കറിയാം, ഇവിടെ മക്കൾ പറയാറുണ്ട്, ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാൽ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കാത്ത, കൈവെപ്പില്ലാത്ത യാതൊരു നേർച്ച വസ്തുക്കളും ഇവിടെയില്ല. ദിവ്യബലി കഴിഞ്ഞാൽ ജോസഫ് അച്ഛൻ്റെ ആദ്യത്തെ ഒരു വലിയ കർത്തവ്യമെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള നേർച്ച വസ്തുക്കളെല്ലാം വെഞ്ചരിച്ച് ആശീർവദിച്ച് നമുക്ക് നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നാം സ്റ്റോളിൽ നിന്ന് വാങ്ങിയാലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാലും നമുക്ക് വളരെ അനുഗ്രഹീതമായിരിക്കും അത്. നാം വളരെ വിശ്വസ്തയോടെ നമ്മുടെ ഉടമ്പടി പാലിക്കുക എന്നതുകൂടി നാം മനസ്സിലാക്കണം. അച്ഛൻ്റെ കൈവെപ്പ് ലഭിച്ച എല്ലാ വസ്തുക്കളെയും നമുക്ക് വളരെ സന്തോഷത്തോടെയും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തോടെയും ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാലാണ് നമുക്കെല്ലാം പ്രാപിച്ചു തരുന്നത് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജോലിയില്ലാത്ത മക്കളെ എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി